ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോ മോഡിൽ നിങ്ങൾക്ക് വരാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് നമുക്ക് കിട്ടി എന്നതിനപ്പുറമായിട്ട് ഈ കിട്ടിയ കാര്യത്തിൽ ഞാൻ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും പലതരത്തിലുള്ള അനുഭവങ്ങളാണില്ലേ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിൽ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടാവാം. ലൈഫിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. ഇതിന്നൊക്കെ നമ്മളെപ്പോഴും ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള സംഭവം എന്താണ്? ഈ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണല്ലേ. അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സാറ്റർഡേയ്സും നിങ്ങൾ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെഷൻ നിങ്ങൾ കേട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സെൽഫിനെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞു തരാനുള്ളത് അറിവുകൾ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് നമ്മൾ അവെയർ ആയിട്ട് മാറുന്നു. ഓക്കെ. അറിവുകൾ കിട്ടുന്നതിലൂടെ അതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? എന്തുകൊണ്ട് എനിക്കൊരു പ്രോബ്ലം വന്നിട്ടുള്ളത്? എന്താണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത്? എന്ന് തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്കതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇതെല്ലാം പോസിബിളായി? അറിവുകൾ കിട്ടുന്നതിലൂടെ നമ്മള് അതെന്താന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറമായിട്ട് ആ അറിവ് ആയിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. അറിവിന്റെ സ്റ്റേറ്റ് ആവുന്ന ഒരവസ്ഥയുണ്ട്. അതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതിലൂടെ മാത്രമാണ് നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മളെ ബ്രെയിനിന് ഒരു സംഭവമുണ്ട്. നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയോ? നമ്മുടെ ബ്രെയിൻ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് എന്താണോ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഒന്നുപാടി ഞാൻ പറയാണ് റിപ്പീറ്റഡ് ആയിട്ട് എന്താണോ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കേറിക്കൊണ്ടേയിരിക്കുന്നത് അത് ആസ്പദമായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും. നിങ്ങൾക്കിപ്പോൾ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അത് നിങ്ങളൊന്ന് മുന്നത്തെ ലൈഫിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഞാൻ നിരന്തരമായി ചിന്തിച്ചിട്ടുള്ള ഞാൻ നിരന്തരമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളല്ലേ ഇപ്പോൾ പോസിബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നത്. സിമ്പിളി നിങ്ങൾ ആലോചിച്ച് നോക്കി ചെറുപ്പത്തിലേ നമുക്ക് കിട്ടുന്ന ഒരു ബിലീഫ് ഉണ്ട് അല്ലേ. ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താ കുറെ വിശ്വാസങ്ങളുണ്ട്. 2 മൈനിനെ കണ്ടു കഴിഞ്ഞാൽ അത് സന്തോഷം. ഒരു മൈനിനെ കണ്ടു കഴിഞ്ഞാൽ ദുഃഖം. അങ്ങനെ പലതരത്തിലുള്ള വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള ബിലീഫ് നമുക്ക് കേറിയിട്ടുണ്ടാവാം. പക്ഷെ അതിങ്ങനെ കാണുന്നതിനനുസരിച്ചിട്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പ്രതിഫലിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. ഇതൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്? സിമ്പിളി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അമേരിക്കയിലും മറ്റിടങ്ങളിലൊക്കെ ആളുകളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് മാത്രം ഈ സംഭവം നടക്കുന്നത്? അവിടുത്തെ ആളുകൾക്ക് ഇതൊന്നും നടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒറ്റ കാര്യം ഇതാന്ന് പറയുന്നത് നമ്മളെ ബ്രെയിൻ അല്ല വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടത് അങ്ങനെ കുറച്ച് കാര്യങ്ങളാവാം. ആ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് നമ്മൾ അതിലൊക്കെ പരിപൂർണമായി വിശ്വസിച്ചിട്ട് ഒരു യുക്തിക്ക് പോലും അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് കിട്ടുന്നില്ല. എന്തിന്? അങ്ങനത്തെ പോലും പല കാര്യങ്ങളില് നമ്മൾ നമ്മളെ തന്നെ ആസ്പദമാക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവെയർ ആയിട്ട് മാറണം എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എങ്ങനെ നമ്മൾ സെൽഫിനെ കൺവിൻസ് ചെയ്യാന്നാണ് ല്ലേ. അതായത് നമ്മൾ സെൽഫിനെ നമുക്ക് കൺവിൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കാൻ പറ്റും. കാരണം നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് പല കാര്യങ്ങളും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ സെൽഫ് തന്നെയാണ് ല്ലേ. അതായത് പല പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടാവാം. പക്ഷെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മളിപ്പോ ഫോണൊക്കെ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമുക്കറിയാം ഈ ഫോണ് കുറേ നേരമൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ തടിക്കും കേടാണ്, നമ്മുടെ കണ്ണിനും കേടാണ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റിനും കേടാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നതിലൂടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കും നമ്മൾ അവെയർ ആയിട്ട് മാറും. ഇങ്ങനെ നമ്മളൊന്ന് അവെയർ ആയി കഴിഞ്ഞാൽ ഇനി അതിലെ മാറ്റങ്ങൾ നമുക്ക് പോസിബിൾ ആക്കുക എന്നുള്ളത് പെട്ടെന്നാണ്. അപ്പൊ സെൽഫിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരാളെ കൺവിൻസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരാൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റി എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ത് നമ്മളെന്താണോ അതായത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ എത്ര എഫേർട്ട് ഇടാനും നമ്മൾ ഓരോരുത്തരെ തയ്യാറാണ്. പക്ഷെ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ എന്താ നമുക്ക് കുറച്ച് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്നുണ്ടെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഒന്നും നമ്മൾ ഇടുന്നില്ല അല്ലേ ആ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പല ആളുകളും നമ്മളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ് നീ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ചോദിക്കും. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഓഫ് ആളുകൾ ഉണ്ടാവില്ലേ. ആ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ എന്തിനാ ഇപ്പൊ ഞാനൊക്കെ ചെയ്തത് അതിനെന്താ ആവശ്യമുള്ളത് ആ രീതിയിൽ
രീതിയിൽ നമ്മൾ ടോക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ അത്ര ഡെഡിക്കേഷൻ കുറയുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവാം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആ ഒരു വ്യക്തിയോട് നമ്മളുള്ള ഒരു ബോണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുള്ളൂ. അതാണല്ലേ അവിടെ സംഭവിക്കുന്നത്. ഇതിനി നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയേ. എത്രത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് അടുത്തിരിക്കുന്നോ, അത്രത്തോളമല്ലേ നമ്മളിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പുറത്തേക്ക് പ്രതിഫലിക്കുള്ളൂ. അപ്പൊ നമ്മൾ നമ്മളോട് അടുത്ത് കഴിഞ്ഞാല് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ എന്താണ് വേണ്ടത് അത് നമുക്ക് നമ്മുടെ സെൽഫ് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മളോട് അടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനനുസരിച്ച് അത് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്നു മുതൽ നമ്മൾ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മൾ നമ്മളിലേക്ക് അടുക്കുക. അതിനെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? അതിന് മുന്നോടിയായിട്ട് അതെങ്ങനെ ചെയ്യാന്നുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നോടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണല്ലേ. അതായത് നമ്മൾ ഒരു പിറവി വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മാതാവിന്റെ നമ്മൾ മാതാവിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഭൂമിയിലേക്ക് പിറന്നതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ചെറിയൊരു കുഞ്ഞാണല്ലേ. ആ ചെറിയൊരു കുഞ്ഞെന്ന് പറയുന്നത് ശൂന്യമായിട്ടുള്ള ഒന്നും ചിന്തിക്കാനുള്ള അന്ന് ഇപ്പത്തെ നമുക്കുണ്ട പല ടെൻഷനും അന്നുണ്ടായിരുന്ന കുഞ്ഞുക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ കുഞ്ഞായിരിക്കെ ഇന്ന് ഞാൻ അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങളും അന്ന് എനിക്കൊരു പ്രശ്നമാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തിനാ അല്ലെങ്കിൽ ചിന്തിക്കുന്നത് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം നമ്മൾ ഒന്ന് ജനിച്ചു വീഴുമ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞായിരിക്കെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന ആ ഒരു സമയത്തിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ളതാണല്ലേ നമ്മളെന്ന് പറയുന്നത്. അവിടുന്ന് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് വന്നില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മനസ്സിന്റെ തലത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും നിറച്ചിട്ട് ഭാരമേറിയിട്ടുള്ളത്. അതായത് ആ ശൂന്യമായ ഒരു കുട്ടിയിൽ നിന്നിട്ടും ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ എത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ നമ്മളെ ഹാപ്പിനെസ് ആണെങ്കിലോ നമുക്ക് എന്ത് തന്നെ നമ്മളെ ലൈഫിൽ വേണമെന്നുണ്ടെങ്കിലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? നമ്മളെ മനസ്സിന്റെ തലത്തിൽ അന്നുണ്ടായിരുന്ന ആ ശൂന്യതയിലേക്ക് നമ്മൾ എത്തിയാൽ പോരെ. അന്നുണ്ടായിരുന്ന ഒരു കാംനെസ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിയാൽ പോരെ. മെച്യൂർ ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ അന്നുണ്ടാകുന്ന ഒരു കാംനെസ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയാന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇന്ന് കാണുന്ന ഓരോരോ കാര്യങ്ങളും നമുക്ക് ആസ്വാദപരമായിട്ട് മാറും. എത്രത്തോളം രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പല ആളുകളും പറഞ്ഞു കേട്ടു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പർപ്പസ് വേണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെ വേണം. ആ ഡ്രീമും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ നിങ്ങളെ ഇവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നിങ്ങളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്ന് പറയുന്ന ആ ശൂന്യത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്താണ് ആ ശൂന്യത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെ മുന്നിലും പുഞ്ചിരിച്ചു കൊടുക്കുന്ന, ഒരാളോടും ഒരു ദേഷ്യമില്ലാതെ. നമുക്ക് പല ആളുകളും കണ്ടു കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇത്ര പറ്റുള്ളൂ, കുറച്ച് ആൾക്കാർ ഇത്ര പറ്റുള്ളൂ, അങ്ങനെയല്ല നമുക്കൊക്കെ. ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കുട്ടികളിലേക്ക് കുട്ടികളുടെ അടുത്ത് ആര് വരാന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിച്ചു പോണത് നമുക്ക് കാണാൻ പറ്റൂലേ. ആ കുട്ടികളുള്ളിൽ എന്തില്ല? വിദ്വേഷമില്ല, ആര് മുന്നിലും പരിഭവമില്ല. എന്ത് തന്നെ ആനക്കാരെ വന്നു കഴിഞ്ഞാലും ആ കുട്ടി എന്താണ് സിമ്പിൾ ആയിട്ടേ കാണുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിലേക്ക്, ആ ശൂന്യമായിട്ടുള്ള ആ കാംനെസ്സിലേക്ക് എത്തുക എന്നതല്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രിയർ ആയിട്ടുള്ള സംഭവം. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയില്ലേ, ഇതാണ് എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു അമ്മയാണോ അമ്മയായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ ചെയ്യുന്ന ആളാണോ അവിടെയും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഞാൻ ഇന്ന ആളാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനൊന്നുമില്ല. നമ്മൾ എപ്പോഴും നമ്മളെ കോറായിട്ടുള്ള നമ്മളെ ഒരു സെൽഫിനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതിടെ എല്ലായിടത്തും നമുക്ക് നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. പല ആളുകളും പറഞ്ഞ പോലെ പ്രശ്നം എന്താണ്? ഞാനായിട്ട് പലയിടത്തേക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പല ആളുകൾക്കും പറ്റുന്നില്ല എന്നതാണ് പല ആളുകളെയും ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ആ ഒരു സാധനം നമുക്ക് ഫേസ് ചെയ്യേണ്ടി പോലും വരില്ല. നിങ്ങളെ നിങ്ങളായിക്കൊണ്ട് തന്നെ പല ആളുകളും അക്സെപ്റ്റ് ചെയ്യുകയും അതിനപ്പുറമായിട്ട് നിങ്ങളായിക്കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. നിങ്ങളായിക്കൊണ്ട് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അതായത് നമുക്കറിയണം എന്തൊക്കെ ലിമിറ്റേഷനാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ എനിക്ക് എന്നെക്കൊണ്ട് ഇത്ര ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഇനി എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. അതായത് ഒരു ടീച്ചർ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണ്. ആ ടീച്ചർക്ക് എന്താണ് വേണ്ടത്? കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ടീച്ചർ എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നത്?
ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങള് എത്രത്തോളം കുട്ടിക്ക് നോളഡ്ജ് ഉണ്ട്, എത്രത്തോളം ഒരു കുട്ടി ഇന്ന കാര്യത്തെ പറ്റി മനസ്സിലായിട്ടുണ്ട് എന്നത് ആ ഒരു ടീച്ചർ മനസ്സിലാക്കിയിട്ട്, ഓക്കെ നിനക്ക് ഇത്ര അറിയല്ലേ, ഇനി ഇവിടെ ഞാൻ പഠിപ്പിച്ചു തരാം എന്നല്ലേ പലപ്പോഴും പറയാറുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ തന്നെ നമ്മുടെ ടീച്ചറായിട്ട് മാറുക എന്ന് പറയുന്ന പോലെ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ പറ്റി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ സ്കില്ല് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടതുള്ളത് അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം. എവിടെയും ഒരിക്കലും ഒരു ലിമിറ്റേഷൻ വരുന്നതായിട്ടേ ഇല്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലാത്ത രീതിയിൽ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ എത്തിയിട്ട് പല കാര്യങ്ങളും സാധിച്ച പല മഹാന്മാരും പല ഗ്രേറ്റ് മാസ്റ്റേഴ്സും ഈ ഭൂമിയിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, ഒന്നുമല്ലാതെ എത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളും ആ പാതയിൽ സഞ്ചരിക്കുന്നതിലൂടെ, നമ്മൾ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കും ആ രീതിയിലാവാൻ പറ്റും എന്നുള്ളതാണ്. പല ആളുകൾക്കും റോൾ മോഡൽസ് ഉണ്ടാവും അല്ലേ? അതായത് ലൈഫിൽ പല ആളുകൾ ഇപ്പൊ റീൽസും അതേപോലെ തന്നെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യില്ല. എനിക്കും ആ ഒരു വ്യക്തിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനും ആ ഒരു വ്യക്തിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര ബെറ്റർ ആയിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോ ലിമിറ്റേഷൻ വരില്ലേ? ഇന്നെ കൊണ്ടൊക്കെ ഇതിന് നടക്കൂലേ, ഞാൻ ഇത്രയല്ലേ ഉള്ളൂ. കാരണം എത്രത്തോളം നമുക്കൊരു കാര്യം പോസിബിൾ ആവും, എന്തൊക്കെ റിസൾട്ട് കിട്ടും എന്നതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എന്തെല്ലാം എന്നിൽ നിന്ന് കഴിഞ്ഞു പോകും, എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകും, എനിക്ക് ഇല്ലാതായി പോകും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മോർ നമ്മൾ വെറി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു വെറിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിക്കൊണ്ട്, കാരണം ഈ ഒരു വേൾഡിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലായിടത്തും നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിലാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും നമ്മളെന്താണ് പല രീതിയിൽ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത്രയും നമ്മൾക്ക് എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യം കേറ്റാം എന്ന് മനസ്സിലായിക്കൊണ്ടേ പോവാണ്. അപ്പൊ ഇതിലൊന്നും വീഴാതെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടതായിട്ടുള്ള, നിങ്ങളൊരു ഇന്നർ പീസ്, കുറച്ച് സന്തോഷം കിട്ടുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഫസ്റ്റ് യു നോ അബൌട്ട് യുവർ സെൽഫ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതിന്റെ ചെറിയൊരു സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒന്നും കൂടി ഇതിനെ പറ്റി ഒന്ന് തടിക്ക് മിനിക്കാണ്. നമ്മൾ സെൽഫിനെ പറ്റി അവെയർ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കണം. ചില ആൾത്തി റൂണി പറഞ്ഞ പോലെ, എന്താണ് റൂമി പറഞ്ഞിട്ടുള്ളത്? ഇന്നലെ വരെ ഞാൻ ബാക്കിയുള്ള ആളെയും മാറ്റാൻ വേണ്ടി നടക്കിയെന്ന്, അന്ന് എനിക്കൊന്നും സാധ്യമായില്ല. ബട്ട് ഇന്ന് മുതൽ ഞാൻ എന്നെ മാറ്റാൻ തയ്യാറായപ്പോൾ എൻ്റെ ചുറ്റുപാടും മൊത്തം മാറി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ഞാൻ എൻ്റെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് എത്ര നോളജ് ആണുള്ളത്, ഇപ്പൊ എത്ര കാര്യങ്ങളാണുള്ളത്, അതിന് എനിക്ക് അവെയർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഫോണിലൊക്കെ ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടാവൂലേ? സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യൂലേ? അങ്ങനെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അയ്യോ ഇവിടെ ഇങ്ങനെ നിൽക്കിയ ഞാൻ ഷോർട്ട് കട്ട് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കലുണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറെ നോളജ് ഒക്കെ കിട്ടിയിട്ട് നിങ്ങളെ സെൽഫ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ചുറ്റുഭാഗമുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ യാത്രയുടെ ഇമ്പോർട്ടൻസ് പറയുന്നില്ലേ? യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടുള്ള വിഷ്വലീസ് ഒക്കെ മാറും. അപ്പൊ നമുക്ക് കുറേ നോളജ് കിട്ടുന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ, എങ്ങനെ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഇംപ്രിന്റ് ചെയ്യണം. നമ്മൾ എന്താ നമ്മളെ മനസ്സിലാക്കി തുടങ്ങണം. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് നിരന്തരമായി നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ സാധ്യമാകുന്നുള്ളതാണ്. പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊക്കെ എയിം എന്താവും? നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നല്ലേ? ചില ആൾക്ക് ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോയാൽ മതി എന്നുണ്ടാവുള്ളൂ. അതിനപ്പുറമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. കുറെ ആഗ്രഹങ്ങൾ എനിക്ക് സാധ്യമാകുന്നതായിട്ട് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അതിലൂടെ മാത്രമേ ലൈഫിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുള്ളൂ. എങ്ങനെ നമുക്ക് സെൽഫ് ലവ് കൂട്ടേണ്ടി, എങ്ങനെ നമ്മൾ നമ്മളെ കൺവിൻസ് ചെയ്യേണ്ടത്? നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്നായിരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഒരു സ്റ്റേജിൽ കയറിയിട്ടൊന്നും പറയാനുള്ള ഒരു ആവേശമില്ല. ഒരാളോട് നാല് കാര്യം തുറന്ന് പറയാൻ പറ്റൂല. കാണാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അങ്ങനെയാണോ നമ്മളെ പറ്റി നമ്മൾ ശരിക്കും ആലോചിച്ച് വെക്കേണ്ടത്? എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ, സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു, ഏതൊരു സംഭവവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നുള്ള പോലെയല്ല നാളെ ഞാൻ ഉണ്ടാവുക, ഇന്നുള്ള പോലെയല്ല നിങ്ങൾ നാളെ ഉണ്ടാവുക. അപ്പൊ നിങ്ങളും മാറിക്കൊണ്ടേ ഇരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്ന് ഇപ്പൊ നിങ്ങളെ മനസ്സ് പറയുന്നതാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഗോളായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക. ആ ഒരു സെൽഫാണ് നിങ്ങളുടെ സെൽഫ്. നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുക. എന്താണ് ആത്മാർത്ഥമായി വിശ്വസിക്കുക? ആത്മ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥത്തിൽ നിന്ന് വരുന്ന വിശ്വാസം അല്ലെ? നിങ്ങൾ ഉള്ളിൽ നിന്ന് വരുന്ന വിശ്വാസം. ആ ഉള്ളിൽ നിന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക.
എനിക്ക് എന്തെല്ലാം ഫിയർ ഉണ്ടോ, ആ ഫിയർ ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കും. എന്നിട്ട് ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിത്വമാവും എന്നത് ആലോചിച്ചിട്ട് നിങ്ങൾ നിരന്തരം വർക്ക് ചെയ്യുന്നതിലൂടെ മറ്റൊരു ഫോഴ്സിനും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. നിങ്ങളെ ഫോക്കസ് എവിടേക്കും പോവൂല. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് മാത്രം നിങ്ങളെ ഫോക്കസ് പോയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മാറിയിട്ട് നിങ്ങളെ ആ ഒരു ഗോളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു നേച്ചറിനും ഈ ഒരു വേൾഡിനും വേണ്ടത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ്. ഏറ്റവും നല്ല രീതിയിൽ ആ വേൾഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയാണ് വേണ്ടത്. ആ രീതിയിലുള്ള ആളുകളെ ആവുമ്പോൾ ചുറ്റുപാടും മൊത്തം അവരെ വളർത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതാണ്. തുടക്കത്തില് ഈ ആഗ്രഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹം നിങ്ങളെ ആഗ്രഹമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ കുറേ വാക്കുകൾ കേൾക്കും. "അന്നെക്കൊണ്ടൊക്കെ അത് നടക്കോ? ഇജ്ജൊന്നും അത് ചെയ്താൽ റെഡി ആവൂല." പുറത്ത് നമ്മൾ എന്ത് ചെയ്താലും കുറേ കളിയാക്കലും വാക്കുകളൊക്കെ കിട്ടും. ബട്ട് നമ്മൾ വൺസ് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ പറഞ്ഞിട്ടുള്ള കുറേ ആളുകൾ നാളെ നമ്മളെ ഫോളോവേഴ്സ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ സെൽഫിനെ പറ്റി മനസ്സിലാക്കണം. എത്രത്തോളം ലിമിറ്റേഷൻ എനിക്കുള്ളത് മനസ്സിലാക്കണം. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയത് മാത്രം പോരാ, അതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ലിമിറ്റേഷൻ ആണ് വരുന്നത് അതിനെയും ഓവർകം ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും ആലോചിക്കണം, വയ്യോര കാഴ്ചകൾ നമ്മൾ ഒരിക്കലും കണ്ടു നിൽക്കാൻ പാടില്ല. കണ്ടിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്നോളൂ. പക്ഷെ അവിടെ തന്നെ ഇങ്ങനെ വളമിട്ട് നിന്ന് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വയ്യോര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ആൾക്കാരെ വാക്കുകളാവാം. കുറെ നമ്മൾ അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടും. ആ ലെവലിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ അവിടെ ഒന്നുമല്ല. നമുക്ക് എത്തിപ്പെടേണ്ടത് എന്താണോ ആ എത്തിപ്പെടേണ്ട കാര്യത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് നിരന്തരമായി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആയി മാറി. ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സെൽഫ് നമ്മൾ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ തുടങ്ങുക. ഒരു ദിവസം ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ സെൽഫിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളോട് ഒരു വ്യക്തി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഷേക്ക് ഹാൻഡ് ഒക്കെ തരും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹഗ് ഒക്കെ ചെയ്യും. നിങ്ങളോടൊക്കെ പറയും, "അന്നെ കാണാൻ ഭയങ്കര രസമാണ് ട്ടോ. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ." എന്നൊക്കെ ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ വന്ന് പറയാണ്. എന്നിട്ട് ആ വ്യക്തിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് "എടാ വന്നിട്ട് ഇന്ന് ഇരിക്ക് ട്ടോ" എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല ബഹുമാനിക്കും. അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൈവിടാൻ വേണ്ടി തോന്നുമോ? ഒരിക്കലും ഇല്ലല്ലേ. നമുക്ക് അങ്ങനത്തെ ആളുകളാണ് നമ്മളിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുക. കാരണം നമുക്ക് കിട്ടേണ്ടതൊക്കെ അവർ നൽകുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പളും ആലോചിക്കേണ്ട സംഭവം എന്താണ്? പുറത്തുനിന്ന് ഇതിനെ തേടി പോവേണ്ട. ഒരിക്കലും പുറത്തിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കാരണം ഓരോ വ്യക്തികളും ഡിഫറന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓരോ ഇൻഡിവിജ്വാലിറ്റിക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് വേൾഡ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് നടത്തുന്നുണ്ടാവും. ബട്ട് അതൊന്നും 100% ആവില്ല. അപ്പൊ എപ്പളും നമ്മളെ കൺവിൻസ് ചെയ്യാനും നമ്മൾ ഇഷ്ടപ്പെടാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ. ഈ തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് നമ്മൾ ചുറ്റുപാടും മാറിക്കൊണ്ടേയിരിക്കും. ഒന്നും പെർമനന്റ് അല്ല. നമ്മൾ എന്തെല്ലാം കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്, ഇതൊന്നും പെർമനന്റ് അല്ല. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, പിറകോട്ടേക്ക് നോക്കും. ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുന്നില്ലേ, അന്നൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇനിയെങ്കിലും നമ്മള് മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മീ ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങളെ പ്രശ്നങ്ങൾ തുറന്ന് പറയുന്നതാണോ, നിങ്ങൾ നിങ്ങളെ സെൽഫിനോട് തന്നെ പറഞ്ഞു നോക്കൂ. സെൽഫ് ടോക്ക് നടത്തി നോക്കൂ. ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിച്ച് നോക്കി. അങ്ങനെയല്ലേ നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നമ്മളെ സെൽഫ് സിമ്പിളായിട്ട് കേൾക്കുന്നുള്ളതാണ്. നമ്മുടെ സെൽഫ്, നമ്മളെ ഹാർട്ട്, നമ്മളെ സോള് നമ്മൾ പറയുന്ന ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ഈ ലോകത്ത് ആരെല്ലാമാണോ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, വലിയതായിട്ടുള്ള എവല്യൂഷണറി ചേഞ്ച് വരുത്തിയിട്ടുള്ളത്, അവരെല്ലാം അവരുടെ സോളിൽ ടച്ച് ചെയ്തവരാണ്. അവരെല്ലാം അവരുടെ സോളിൽ, അവരുടെ സെൽഫിൽ ടച്ച് ചെയ്തവരാണ്. എന്നാട്ടേ അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അതായത് ചില ആളുകളടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടാവൂലേ. എ.പി.ജെ അബ്ദുൽ കലാം സാറിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവുന്നില്ലേ. എവിടുന്ന് കിട്ടി അവർക്ക് ഈ വാക്കുകളൊക്കെ? എവിടുന്ന് കിട്ടി ഇത്രയും എക്സ്പീരിയൻസ് അവർക്ക്? അവർ നമ്മളൊരു സെൽഫിലേക്ക് അടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ, നിങ്ങളെല്ലാവരും എന്ന് പറയുന്നത് വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഡയമണ്ടുകളാണ്. കാരണം നമുക്കൊക്കെ കുറേ കാര്യങ്ങൾ വേൾഡ് ചെയ്ത് തീർക്കാനുണ്ട്. ബട്ട് നമ്മളെന്നെ നമ്മളെ ലിമിറ്റ് ചെയ്തിട്ട്, നമ്മളെ ഏറ്റവും അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറായിട്ടുള്ള നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ സെൽഫിനെ, നമ്മുടെ ഇന്നർ പവറിനെ നമ്മൾ യൂസ് പോലും ചെയ്യാതെ
നമ്മൾ മടിച്ചിരുന്നു കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ ബ്രെയിനിക്ക് എപ്പോഴും വേണ്ടത് കംഫർട്ടാണ്. ആ കംഫർട്ട് എന്ന് പറയുന്ന ആ ഒരു ഹോർമോണൽ റിഫ്ലക്ഷനിൽ നമ്മൾ ഇരുന്നു കൊണ്ടേ ഇരിക്കാന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുള്ളൂ. അതിനപ്പുറമായിട്ട് നിങ്ങൾ ഈ വഴിയോര കാഴ്ചകൾ കാണാതെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണോ അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാൻ തയ്യാറാവാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടും. നമുക്ക് വേണ്ടതായിട്ടുള്ള ചുറ്റുപാടും മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ നോക്കുന്നതിലൂടെ, നമുക്ക് നമ്മളെ കിട്ടുന്നതിലൂടെ എപ്പോഴും നമ്മൾ പറയിട്ടുണ്ട് നമ്മൾ നമ്മളെ ക്രിയേറ്ററിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്. ക്രിയേറ്ററിലേക്ക് എത്തുമ്പോൾ നമുക്കെന്താണ് സ്നേഹമല്ലാതെ ഒന്നും അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രൈം ഗോളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്താ നമുക്ക് പ്രയോറിറ്റൈസ് കൊടുക്കുക. ഇതൊരിക്കലും മറ്റാളുകളെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാളുകൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന അതൊന്നും അല്ലട്ടോ പറയുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളുക എന്നാണ് പറയുന്നത്. സെൽഫിഷ്നെസ് അല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. സെൽഫിഷ്നെസ് ആവണം എന്നല്ല നമ്മൾ പറയുന്നത്. സെൽഫും കൂടെ പരിഗണിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് പരിപൂർണ്ണമായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിടത്തേക്ക് നമ്മൾ യാത്ര പോയി. ആ യാത്ര പോയിട്ട് അവിടെ ഇങ്ങനെ എത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. യാത്രയിൽ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാലും അതിന്റെ പരിപൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു മിസ് ചെയ്യണ ഫാക്ടർ? നമ്മൾ ആസ്വദിച്ചോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരാനുള്ളത്. ഞാൻ ഈ ഒരു പ്ലേസിലേക്ക് പോയപ്പോൾ അപ്പൊ പല ആളുകൾക്കും വരൂല്ലേ, പല ദൂരങ്ങൾ പോയിട്ട് തന്നെ എന്നെ ആസ്വദിക്കാനുണ്ടോ എന്നുള്ളത്. കുറെ ദൂരങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കാൻ പറ്റും, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കാൻ പറ്റും. ബട്ട് നിങ്ങളെ മെന്റൽ ഡയമെൻഷൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ തോട്ടിന്റെ ഡ്യൂറേഷൻ വളരെയധികം എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ അതൊന്ന് ചെയ്തു നോക്കുന്നുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ പറ്റി മനസ്സിലാവും. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവം, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന സംഭവം, ഞാൻ ശൂന്യമായിരുന്നു. ഒന്നുമല്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്നേഹമുള്ള ഒരു ഹൃദയത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വളർന്നിട്ട് ഇത്രയും ആയപ്പോൾ എൻ്റെ ഈ ഒരു മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് എന്തെല്ലാം മാലിന്യങ്ങളാണോ, എന്തെല്ലാം കുന്നുകൂടി ചിന്തകളാണോ വന്നു ചേർന്നിട്ടുള്ളത്, ആ ചിന്തകളാണ് എൻ്റെ പരാജയമെന്ന് അറിയുന്നത്. ഈ കാലത്തെ മനസ്സിലാക്കിയിട്ട് ഞാനാകുന്ന എൻ്റെ സെൽഫില് ഈ കേറിയതായിട്ടുള്ള ഈ പരാജയത്തെ ഞാൻ ഒഴിവാക്കുകയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കേണ്ട സംഭവം എന്താണ്? ആ ശൂന്യതയിലേക്ക് എന്നെ വീണ്ടും എത്തിച്ചേരുക. ആ ഒരു കാംനെസ്സിലേക്ക് എന്നെ വീണ്ടും നമ്മൾ എത്തിച്ചേരുക. അതിലൂടെ മാത്രമാണ് പല എവല്യൂഷണറി ചേഞ്ചസുകളും, അതിലൂടെ മാത്രമാണ് ഈ ലൈഫിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതാണ് പറയുന്നത് എവരിതിങ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ഏറ്റവും വലിയ ട്രഷർ ഹൗസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിയാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ചെറുപ്പത്തിലെ സന്തോഷവും മെച്യൂർ ആയിട്ടുള്ള ഈ ഒരു സെൽഫും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. അപ്പൊ അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ആ ഒരു ബാലൻസിലേക്കാണ് നമ്മൾ എപ്പോഴും എത്തിപ്പെടേണ്ടത്. അതിന് നമുക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള സംഭവം എന്താണ്, നമ്മൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റുന്ന സംഭവം എന്താണ്? ജസ്റ്റ് നമ്മൾ സെൽഫ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്ന് നമ്മൾ സെൽഫിനെ സ്നേഹിക്കുക. ആ സ്നേഹിച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഓരോരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, താങ്ക് യു ഫോർ മൈ സെൽഫ്. എനിക്ക് ഇത്ര പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സെൽഫിനെ നിങ്ങൾക്ക് താങ്ക് യു പറയാൻ നിങ്ങൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഒരു ഹാർട്ട് ഇവിടെ ഇടിക്കുന്നുണ്ട് അല്ലെ? ഏതൊരു നേരവും നിങ്ങളെ പോലും പെർമിഷൻ ഇല്ലാതെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ ഇടിക്കുന്ന ഹാർട്ടിനോട് ഒരു താങ്ക് യു നിങ്ങൾക്ക് പറഞ്ഞൂടെ? കാരണം ഓരോ നേരം നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു 84, 86 ഇത്ര കാലമാണ് ഒരു മനുഷ്യൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റഡീസ് പ്രകാരം ഈ ഒരു കാലയളവിൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കണ്ടേ? ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാംനെസ്സിലേക്ക് എത്തണം. കാംനെസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ കുറേ ഡിസീസുകളും, അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ വരെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ആളുകളായിട്ട് മാറാൻ പറ്റും. നമ്മൾ ആരെടുത്ത് ഇരുന്ന് കഴിഞ്ഞാലും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവരിലേക്ക് സ്നേഹം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ രീതിയിലൊക്കെ നമുക്കായിട്ട് മാറാൻ പറ്റും. അപ്പൊ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടില്ല, ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങളിൽ വരെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്തുക. നിങ്ങൾ സെൽഫിനോട് താങ്ക് യു പറയാന്നുള്ളതാണ്. ഇങ്ങനെ ഡൈജഷൻ നടത്തുന്നതിലും ഇതൊക്കെ ഇപ്പൊ നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ അറിവുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ അവയർനെസ്, ഒരു ഇത് മാത്രമായിട്ടുള്ളൂ. ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തണം. അപ്പൊ അതിന് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് വരെ നിങ്ങളെ സ്റ്റേറ്റ്, നിങ്ങൾ പറയുന്ന ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്, അതിന്റെ ഒക്കെ സംഭവം എന്ന് പറയുന്നത് എന്തെല്ലാമാണോ റിപ്പീറ്റഡ് ആയി നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അതിനനുസൃതമായിട്ട് നമ്മുടെ ബ്രെയിൻ പല കെമിക്കൽസിനെയും പല ബയോ മോളിക്യൂൾസിനും ബയോ ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ മാറി ചിന്തയൊക്കെ നിൽക്കുക. അതായത് കുറച്ച് എഫേർട്ട് ആവാം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടല്ലേ?
നമുക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നത് എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും നിങ്ങളൊന്നും പോവാത്തതായിട്ടുള്ള നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. തളരും, തളർച്ച വരും. അപ്പൊ പറയണം ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ നിരന്തരമായി ചെയ്യും. അവിടേക്കാണ് മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. 100 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറമായി നമ്മുടെ സെൽഫിനെ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് വളരെ കുറവായിരുന്നു. എനിക്ക് എന്നെ ഒരാളെ മുന്നിൽ പ്ലേസ് ചെയ്യാൻ വളരെ കുറവായിരുന്നു. എനിക്ക് എന്ത് എന്ത് ഒരു കാര്യം എന്റെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാന്. പക്ഷെ ഞാൻ എന്റെ അവയർനെസ് ചെയ്യുന്നതിലൂടെ, എന്നെ നിരന്തരമായിട്ട് മാറ്റിയതിലൂടെ, ഈ മെഡിറ്റേഷനും ഇതേപോലത്തെ നമ്മുടെ ടൂൾസും ചേഞ്ച് ചെയ്യുന്നതിലൂടെ എനിക്ക് റെവല്യൂഷണറി ചേഞ്ചസ് ആണ് ഉണ്ടായത്. അതെന്താണ്, ഇപ്പൊ കോളേജിലാന്നുണ്ടെങ്കിൽ ചെയർമാൻ ആയിട്ട് പല രീതിയിലുള്ള ഹയർ പോസ്റ്റ് അല്ലാതെ നമുക്ക് കിട്ടലില്ല. കാരണം എന്താണ്, നമ്മളെക്കാട്ടും കോൺഫിഡന്റ് നമ്മുടെ ചുറ്റുപാടത്തിലാണ് നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം നമ്മളെ പല സ്റ്റേറ്റും നമ്മൾ പല ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് കാണുമ്പോൾ അവർക്ക് അത്രയും കോൺഫിഡന്റ് ആണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെങ്ങനെ ആയി? കാരണം നമ്മൾ ആ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടും മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടതായ അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ടൈം അറൗണ്ട് ആയിട്ടുണ്ട്. നമ്മുടെ സെൽഫിനെ സിമ്പിൾ ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഒറ്റ ടൂളാണ് ഉള്ളത്. അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ ഒക്കെപ്പാട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇതിൽ എന്താ ചൂസ് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ ചെയ്യാന്നുള്ള അവസ്ഥയിലാവും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഓരോരോ സ്റ്റെപ്പുകൾ എടുത്ത് പോവാം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ കേറുന്നതിലൂടെ നമ്മൾ വലിയ സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുള്ളൂ. ആദ്യം തന്നെ 1-ാം സ്റ്റെപ്പ് നിന്ന് 5-ാം സ്റ്റെപ്പിക്കാണ്ട് കാലെടുത്ത് വെച്ചാ എന്താ ഉണ്ടാവുക? ഒന്നാമത് കാലെത്തൂല. രണ്ടാമത് വഴിക്ക് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? അപ്പൊ അതുപോലെ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മുടെ സെൽഫിനെ നമുക്കിങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മുതൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ന് മുതൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പളാണോ ഈ പറയുന്ന അറിവിന്റെ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുന്നത്, ഇപ്പൊ നിങ്ങൾ അവയർനെസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ. സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എപ്പോഴാ എത്തുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ സാധ്യമാകുന്നത്. എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് വഴി കാണിച്ചു തരാനേ പറ്റുള്ളൂ. വഴിയിലൂടെ നിങ്ങൾ കൂടെ നടന്നാലേ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുള്ളൂ. അപ്പൊ വഴി കാണിച്ചു തരുന്നുണ്ട്, വഴി വെട്ടി തരുന്നുണ്ട്, വെളിച്ചം അടിച്ചു തരുന്നുണ്ട്. ഒന്ന് നടന്നാൽ മതി നിങ്ങൾ അതിലൂടെ. അപ്പൊ നടക്കുന്നതിലൂടെ ഈ മാറ്റങ്ങൾ സാധ്യമാക്കുന്നുള്ളതാണ്. കാരണം ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ആസ്വദിച്ചാണല്ലോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളിവിടെ ജസ്റ്റ് ഒരു മോട്ടിവേഷനോ കാര്യങ്ങളല്ല നിൽക്കുന്നത്. എങ്ങനെ നിങ്ങളുടെ ലൈഫ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും? കുറച്ച് സമയത്തിലേക്കല്ല, നാളുകളിലേക്കല്ല, കംപ്ലീറ്റഡ് ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ അല്ലേ?